ക്യാമ്പസാണ്. അതിൻ്റെതായുള്ള ഒരു ചെറിയ തടി പോലും ഇവിടെ കാണാം. ഒരു പേനതാ. എൻ്റെ ആകെ ഒരു തന്നെ ഉള്ളൂ. നീ എനിക്ക് പേന തരില്ല? വെറുതെ എൻ്റെ അടുത്ത് ആൻസർ ചോദിക്കുക. അതൊന്നും എനിക്കറിയണ്ട. നീ ഇപ്പൊ എന്റെ കൂടെ വന്നേ. ഞാനൊന്നും ചെയ്തില്ല, നുണ പറയാണ് വെറുതെ. ശ്രീരാഗ, ഞാൻ ഒരുപാട് തവണ വാണികൾ തന്നിട്ടുണ്ട്. ഇനി നീ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നേരെ പ്രിൻസിപ്പൽ നോക്കി നടന്നേ വന്നേ. എന്നെ ആർക്കും ഇഷ്ടമല്ല. എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അങ്ങനെ ആർക്കും എന്നെ ഇഷ്ടമല്ല. എന്നെ ആർക്കും വേണ്ട. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നു. ഇതിനൊക്കെ ഒരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. ഓക്കെ. ഞാൻ തരാം. എന്താ നല്ല മഴ? ഉണ്ണിയേട്ടൻ്റെ ബസ് എപ്പോൾ വരുന്നാവോ? അറിയില്ല. അങ്ങനെ മഴ പെയ്താൽ ഉണ്ണിയേട്ടൻ വരും തോന്നിയില്ല. നമ്മുടെ ക്ലാസ്സിലെ ശ്രീരാഗല്ലേ? ഇവനപ്പോ ബസ്സിലൊന്നും കാണില്ലല്ലോ. ഇപ്പൊ ക്ലാസ്സിൽ ഉറക്കം തൂങ്ങണ്ടാ? ആടാ. നീ ഓർക്കണ്ട മറ്റേ പ്രിൻസിപ്പൾ പറഞ്ഞ ലക്ഷണങ്ങൾ ലഹരിന്റെ? ആ, അവ അതേപോലെയൊക്കെ കാണിക്കണ്ട്. ബാക്കി പോയാലോ? നോക്കാം. നീ എന്താ വാങ്ങിച്ചതെന്ന് ഞങ്ങൾ കണ്ടു. ടീച്ചറിനെ പറയട്ടെ? ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. ശ്രീരാഗ്, നീ എന്താ വാങ്ങിച്ചെന്നൊക്കെ ഞങ്ങൾ കണ്ടു. ഇപ്പം നിൻ്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ട് നിന്നെ സ്കൂളിലേക്ക് വിടുന്നത്. എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടുമോ? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ടീച്ചർ, ഞാൻ ശ്രീരാഗ് ലഹരി ഉപയോഗിക്കുന്നു. ശ്രീരാഗ്, ഒന്ന് ഇങ്ങോട്ട് വരൂ. ശ്രീരാഗ, നിന്നെ കുറിച്ച് ഇവിടെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. നീ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ പോവാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ, ശ്രീരാഗിന്റെ അമ്മയല്ലേ? ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചറാണ് സംസാരിക്കുന്നത്. എന്താ അറിയോ, നിങ്ങളുടെ മകനെക്കുറിച്ചൊരു പരാതിയുണ്ട്. സ്കൂളിലുള്ള കുട്ടിയാ പറഞ്ഞത്. ഇത്രത്തോളം സത്യം ഉണ്ടെന്നറിയില്ല. അപ്പം എന്തായാലും സ്കൂളിലേക്ക് വരണം. ഓ, മതി മതി, ശരി. ഞാൻ ശ്രീരാഗിൻ്റെ അമ്മയാണ്. ഒരു പരാതി ഉണ്ട് പറഞ്ഞു. എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്താ ടീച്ചറെ കാര്യം?
ശ്രീരാഗ് വീട്ടിലെങ്ങനെയാണ്? അവൻ ആദ്യമൊക്കെ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഒരു ഉഴപ്പുണ്ട്. ഞാൻ അല്ലെങ്കിലും സ്കൂളിലേക്കൊന്ന് വന്ന് ടീച്ചറത്തെ അന്വേഷിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പോൾ അധികം ആരോടും സംസാരിക്കുന്നില്ല. എന്നോട് കൂടിയിട്ട് അത്യാവശ്യമേ സംസാരിക്കാറുള്ളൂ. ശ്രീരാഗ് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. മാർക്ക് നിങ്ങൾ കണ്ടില്ലേ? മാർക്കൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണോ, ഒരുപാടധികം കൂട്ടുകെട്ട് കൊണ്ടാണോ, അവൻ സ്വയം കണ്ടുപിടിച്ച വഴിയാണോ എന്നൊന്നും അറിയില്ല. ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്നും കൂടി അറിയില്ല. അവന് കൂട്ടുകെട്ടുണ്ടായിരിക്കാം, അത് നല്ലതാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവനെന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾ എന്ന് പറയുന്നത് അടുത്ത തലമുറയുടെ നാളത്തെ പൗരനാണ്. അപ്പം അവൻ നല്ല രീതിയിൽ വളരണം. ശരി ടീച്ചറെ, ഞാൻ ഇനി നോക്കിക്കോളാം. ഡോക്ടർ ശ്രീരാഗ് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നില്ലേ? നമ്മൾ ഒരിക്കലും അവനെ ഒറ്റപ്പെടുത്താൻ പാടില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും വിഷമമുണ്ട്, സങ്കടമുണ്ട് പറയുമ്പോഴൊക്കെ നിങ്ങളത് കേട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ്റെ കൂടെ പഠിക്കാൻ, അല്ലെങ്കിൽ അവനെ പഠിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യണം. ഈ ശ്രീരാഗ് നല്ല കുട്ടിയായിരിക്കും. അപ്പം നിങ്ങൾ നല്ല കുട്ടിയായതുകൊണ്ട് എന്ത് ചെയ്യുക, അവനെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് പഠിച്ചിട്ട് നിങ്ങളൊക്കെ ഒരു ക്ലാസ്സിലെ മക്കളെ തടയണം, ലഹരിയെ തുരത്തണം, പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം, പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം. ക്യാമ്പസിൽ മയക്കമരുന്നിന്റെ താണ്ഡവം, ലക്ഷ്യബോധം നഷ്ടമായ നിന്റെ ജീവിതം. ക്യാമ്പസിൽ മയക്കമരുന്നിന്റെ താണ്ഡവം, ലക്ഷ്യബോധം നഷ്ടമായ നിന്റെ ജീവിതം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം, പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം, പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം. ഉറക്കമടിക്കല്ലേ, ഇനിയും വൈകിടല്ലേ, ഉറക്കമടിക്കല്ലേ, ഇനിയും വൈകിടല്ലേ. തുരത്തണം, 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 തുരത്തണം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം, പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം. വെടിയണം, തടയണം, ലഹരിയെ തുരത്തണം, പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം. തുരത്തണം, തുരത്തണം, ലഹരിയെ തുരത്തണം, പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം. പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം. പകനും പുകനും ധീരുമക്കൾക്കെന്നും കാവലാകണം.